പലതരം റൈസുകളെ പറ്റി കേട്ടിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് ചെറുപയർ പരിപ്പ്, 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്താനിടാം. ഇന്ന് ഞാൻ ലിബ്രയുടെ 9 സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള 6 ലിറ്റർ ഇലക്ട്രിക് പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് കുറച്ച് മാത്രം സ്പൈസസും മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറച്ച് അരിഞ്ഞത് വിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരിത്തിരി വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഒരു 1/2 കപ്പ് വീതം ക്യാരറ്റും ബീൻസും കുതിർത്തിയെടുത്ത ഗ്രീൻ പീസും പിന്നെ വലിയൊരു തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നങ്ങ് വഴറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന ചെറുപയർ പരിപ്പുണ്ടല്ലോ അതും 20 മിനിറ്റ് കുതിർത്തിയെടുത്ത ജീരകശാല റൈസ് ഒരു 3 കപ്പ് അതും ഇട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ബിരിയാണി വെക്കാൻ മാത്രമല്ല കേട്ടോ, ഇതിൽ സ്റ്റീം ചെയ്യാം, ബേക്ക് ചെയ്യാം, നോർമൽ ചോറ് വെക്കാം, കറി ഉണ്ടാക്കാം, എല്ലാത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിന് കുക്ക് ചെയ്യണമെങ്കിൽ മാനുവൽ ഫംഗ്ഷനും ഉണ്ട് കേട്ടോ. ലിബ്ര മൾട്ടി കുക്കർ ഒരു മൈക്രോ കമ്പ്യൂട്ടർ പ്രഷർ കുക്കർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയും ടൈമും സേവ് ചെയ്യാം. പിന്നെ ഇതുപോലൊരു മെഷറിംഗ് കപ്പും സ്പൂണും കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ലിഡ് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണോണ്ട് തന്നെ കുക്കായി കഴിയുമ്പോൾ അത് താനെ ഓഫ് ആകും. പ്രഷറൊക്കെ പോയതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട് നമ്മുടെ കിച്ചടി റൈസ്. ഇത് വേണം എന്നുള്ളവർ പേജ് ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ അലീഷ 5 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 5% ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ.